ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ടെക്സ്റ്റ് മെസ്സേജിലൂടെ ഒരിക്കലും ഷെയർ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അത് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അത് ഫ്രണ്ട്സ് ആയിക്കോട്ടെ, കൊളീഗ്സ് ആയിക്കോട്ടെ, ലവേഴ്സ് ആയിക്കോട്ടെ, ആരാണെങ്കിലും ഇത്തരം കാര്യങ്ങൾ ടെക്സ്റ്റ് ആയിട്ട് ഷെയർ ചെയ്യരുത്. ഒന്നാമത്തേത് സീക്രട്ട് ആണ്. നമുക്ക് ആരോടെങ്കിലും എന്തെങ്കിലും രഹസ്യം പറയാനുണ്ടെങ്കിൽ അത് നേരിട്ട് പറയുക മാക്സിമം. അല്ലെങ്കിൽ അതൊരു പക്ഷെ പിന്നീട് ഒരു പുലിവാലായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ സീക്രട്ടുകൾ എപ്പോഴും ടെക്സ്റ്റ് ആയിട്ട് അയക്കാതിരിക്കുക, പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്കൊരാളോട് മാപ്പ് പറയാനുണ്ട്, ക്ഷമ ചോദിക്കാനുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിൽ അതിൻ്റെ ഡെപ്തും ആ ഒരു ഫീലും ചോദിക്കുന്ന ആളുകളോട് ഒരു റെസ്പെക്റ്റും ഒക്കെ തോന്നണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരത് സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ മാന്യമായിട്ട് നമ്മൾ നേരിട്ട് തന്നെ ചോദിക്കണം. അതിന് പകരം ഐ എം സോറി എന്ന് ഒരു ടെക്സ്റ്റ് അയച്ചത് കൊണ്ട് കാര്യമില്ല. അപ്പൊ നിങ്ങൾ മാപ്പ് ചോദിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇപ്പൊ ടെക്സ്റ്റ് തന്നെ അയച്ചു ചോദിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചോദിക്കാം: എനിക്ക് നിന്നെ ഒന്ന് കാണണം എന്നുണ്ടായിരുന്നു, എനിക്കൊന്ന് സോറി പറയണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മെസ്സേജ് അയക്കുന്നത്, നേരിട്ട് കണ്ട് പറയണം എന്ന് ആഗ്രഹമുണ്ട്, നാളെ ഒന്ന് കാണാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ. അഥവാ നമ്മുടെ ആ ടെക്സ്റ്റിൽ വ്യക്തമാക്കുന്നത് എന്താണ്, എനിക്ക് സോറി പറയണം, അത് നേരിട്ട് തന്നെ പറയണം, നാളെ ഒന്ന് കാണാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ. അപ്പൊ നമ്മൾ അവിടെ ജസ്റ്റ് ഒരു ഐ ആം സോറി എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നില്ല അല്ലെ. അപ്പൊ അത് നേരിട്ട് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു പെർമിഷൻ എടുക്കുന്നു എന്ന് മാത്രം. അപ്പൊ ആ രീതിയിൽ ടെക്സ്റ്റ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് നേരിട്ട് പറയുമ്പോൾ അതിൻ്റെ ഒരു ഡെപ്തും എഫക്റ്റും റെസ്പെക്റ്റും ഒക്കെ വേറെ തന്നെ ആയിരിക്കും. ദെൻ ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇൻസൾട്ടിങ് രീതിയിൽ ടെക്സ്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. കാരണം ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ദേഷ്യപ്പെടുന്ന സമയത്തൊക്കെ പറ ടെക്സ്റ്റ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ അയക്കുക എന്നുള്ളത് നമുക്ക് തന്നെ അറിയില്ല. ഓപ്പോസിറ്റിൽ നിൽക്കുന്ന വ്യക്തി അത് വായിക്കുന്നത് ഏത് മൂഡിലാണെന്ന് പോലും അറിയില്ല. അപ്പോൾ അത് പ്രോപ്പറായിട്ട് കൺവേ ആവത്തില്ല, നമ്മൾ ഉദ്ദേശിച്ചതായിരിക്കില്ല ചിലപ്പോൾ അവർ എടുക്കുന്നുണ്ടാവുക. ചിലപ്പോൾ ആ ഒരു ഇൻസൾട്ടിങ് ആയിട്ടുള്ള ഒരു മെസ്സേജിലൂടെ തന്നെ ആ റിലേഷൻഷിപ്പ് തന്നെ തകർന്നു എന്ന് വരാം. അപ്പം നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ നമ്മൾ ഒരിക്കലും ടെക്സ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. അത് മാക്സിമം നേരിട്ട് തന്നെ കണ്ട് സംസാരിച്ച് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പം ഇൻസൾട്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള ടെക്സ്റ്റുകൾ അയക്കരുത്, കാരണം അത് അവരുടെ ഒരു മാർക്കായിട്ട് പിന്നീട് കിടക്കുകയാണ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പരാതികൾ, കംപ്ലൈൻറ്റ്സ് നമ്മൾ ടെക്സ്റ്റ് ആയിട്ട് അയക്കാതിരിക്കുക. കാരണം അത് നേരിട്ട് പറയുമ്പോഴാണ് നമ്മുടെ ഇമോഷൻസ് ഒക്കെ അവർക്ക് മനസ്സിലാവത്തുള്ളൂ, എന്തെങ്കിലും പരാതികൾ പറയാനുണ്ടെങ്കിൽ തന്നെ. അപ്പോൾ അതിൻ്റെ ഒരു പ്രോപ്പർ വേ എന്ന് പറയുന്നത് ഡയറക്റ്റ് പറയുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ പരാതികളൊന്നും നമ്മൾ ടെക്സ്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ 4 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്നാമത്തേത് സീക്രട്ടുകൾ ടെക്സ്റ്റ് ആയിട്ട് അയക്കരുത്. രണ്ടാമത്തേത് മാപ്പ് ചോദിക്കാനുണ്ടെങ്കിൽ അത് ടെക്സ്റ്റ് ആയിട്ട് അയക്കാതിരിക്കുക എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് പറഞ്ഞത് നമ്മൾ കംപ്ലൈൻസുകളൊന്നും ടെക്സ്റ്റ് ആയിട്ട് അയക്കാതിരിക്കുക. നാലാമത്തേത് ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ ടെക്സ്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസോ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. ഇനി വിളിക്കാൻ മടിയുള്ള ആളുകൾക്ക് വാട്സപ്പിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, അത് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്